ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗിൽ ഞാനൊരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. ഒരു ഷീറ്റ് പേപ്പർ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത സൈസിലുള്ള ഷീറ്റ്സാണിത്. പിന്നെ നമുക്ക് ഇതിനൊരു 10-12 പീസ് വേണം. പിന്നെ നമുക്ക് ഫെവിക്കോൾ വേണം, ആക്രിലിക് പെയിൻറ്റ്സ് വേണം, അതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് വേണം. പിന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ക്രാഫ്റ്റ് വയേഴ്സ് വേണം. ഇതുപോലെ തിന്നായിട്ടുള്ളതോ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കമ്പികളാണ് വേണ്ടത്. പിന്നെ നമുക്കൊരു റീഫില്ലറോ അല്ലെങ്കിൽ ഈർക്കലിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലെ ചെറിയൊരു പൈപ്പ്, കുറച്ച് വണ്ണമുള്ള ടൈപ്പ് പൈപ്പും കൂടെ വേണം. കൂടാതെ ഞാനൊരു ചെറിയൊരു വേസ് വെച്ചിട്ടുണ്ട് ഈ ഒരു ക്രാഫ്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള പേപ്പേഴ്സ് റോൾ ചെയ്തെടുക്കണം. ഇതിന് നമ്മൾ ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ ആ റീഫില്ലർ അതിൻ്റെ ആ ഒരു കോർണർ ചേർത്ത് വെച്ചിട്ട് ടേബിളിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് സർഫസിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നതാണ് നമുക്ക് ഈസി ആയിട്ട് അങ്ങനത്തെ റോൾസ് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പം എനിക്ക് ആവശ്യമായിട്ടുള്ളൊരു 12 പീസസ് മതി. അപ്പോൾ ഞാനതൊന്ന് റോൾ ചെയ്തെടുക്കുവാണ്. അപ്പോൾ എൻ്റെ ക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള റോൾസ് ഫുൾ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ ക്രാഫ്റ്റ് വയേഴ്സ് ഈ ഒരു റോളിൻ്റെ സെൻറ്ററിലൂടെ കടത്തിവിട്ട് ആ ഒരു ഹൈറ്റിനനുസരിച്ച് നമ്മളെടുത്ത് ആ ഒരു ടിപ്പിൽ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കണം. ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു അറ്റത്ത് വരുന്ന ആ ഒരു കമ്പിയുടെ അത് തന്നെ വളച്ച് ബെൻഡ് ചെയ്ത് നമ്മുടെ ആ റോളിൻ്റെ ചെറിയൊരു സ്പ്ലിറ്റിലേക്ക് തന്നെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ലോക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റോൾസിലും കമ്പി എല്ലാം വെച്ചിട്ട് ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അതിന് നമ്മൾ സാധാരണ ബ്രഷ് വെച്ച് വേണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. ബ്രഷ് വെച്ച് അടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ നമ്മുടെ സ്പോഞ്ചിൽ കളർ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗത്ത് നമുക്ക് കളർ അപ്ലൈ ആയി വരുന്നുണ്ട്. ഇതാണ് ഈസിയസ്റ്റ് വേ നമുക്ക് കളർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റോൾസിനും പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന എല്ലാ കളേഴ്സും ഞാൻ എൻ്റെ റോൾസിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു റോൾ എടുത്തിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു പൈപ്പിൽ ഈ ഒരു റോള് നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് നമുക്കിത് പ്രസ് ചെയ്ത് ചുറ്റി കൊടുക്കണം. ചുറ്റി കൊടുക്കുമ്പോൾ നമുക്കൊരു സ്പൈറലായിട്ടുള്ളൊരു ഷേപ്പായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, ഒരു സ്പൈറൽ ഷേപ്പിൽ. അപ്പം ഇത് നമുക്കൊന്നെങ്കിൽ അതിൻ്റെ ഗ്യാപ്പ് ഇതുപോലെ വിഡ്ത്തൻ കൊടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ഗ്യാപ്പ് കുറച്ചുകൂടെ അടുത്തടുത്താക്കിയാലും ഭംഗിയായിരിക്കും. ഇങ്ങനെ രണ്ടും മിക്സ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നതും പ്രത്യേക ഭംഗി തന്നെ തരുന്നതാണ്. അപ്പം ഞാനിങ്ങനെ ഓരോ കളേഴ്സും ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സെറ്റും നമ്മൾ ഫുള്ള് റോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അതിന് മുമ്പ് നമ്മൾ ഈ ഒരു പോട്ടാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ആ താഴത്തെ ഭാഗത്ത് നമുക്കൊരു നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം. അതിന് നമ്മൾ സെയിം യൂസ് ചെയ്ത ക്രാഫ്റ്റ് വയറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടി കൊടുക്കുക. നമ്മൾ ആ കമ്പി വെച്ചൊന്ന് ടൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്കത് ആ ഒരു ബഞ്ച് നമുക്കൊന്ന് ഷേപ്പിൽ വെക്കാൻ പറ്റും അറേഞ്ച് ചെയ്തിട്ട്. അല്ലെങ്കിൽ അതിങ്ങനെ ചെതറി കിടക്കുന്ന പോലെ ഇരിക്കും, അതൊരു ഭംഗി ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ നമ്മുടെ എല്ലാ സ്പൈറൽസും അറേഞ്ച് ചെയ്തിട്ട് ഞാനൊരു ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്, നമുക്ക് വലിയ കോസ്റ്റൊന്നും ഇല്ലാതെ നമുക്ക് ആ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ആകെ വേണ്ടത് ന്യൂസ് പേപ്പറും കളറും ആ ഒരു കമ്പിയും മാത്രമാണ്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ക്രാഫ്റ്റ് നമുക്ക് വീട്ടിലേക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.